തല്ലല്ലേ എന്താ പറഞ്ഞാൽ നീ ചോദിക്കാം ഇപ്പൊ എന്റെ പേര് നടന്ന ചർച്ചയുടെ ബാക്കിയിട്ട് നടന്നതല്ല. ലച്ചുവിനെ തല്ലണ്ട. ഇനിയിപ്പോ തല്ലണമെങ്കിൽ എന്നെ തല്ലിട്ട് തല്ലിക്കോ. ശരിക്കും തന്നെയാ ഇപ്പൊ തല്ലണ്ടുന്നത്. എന്തോന്നാ മുമ്പേ ഇത്? നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്തുവാ? നിന്നെ എടുത്തോളാം കേട്ടാ. ലച്ചു നീ എന്റെ റൂമിൽ ഇരുന്നാ മതി. അവിടെ ഇറങ്ങണ്ട. നിന്റെ റൂമിൽ ഇറങ്ങണ്ട, അവിടെ തന്നെ ഇരിക്കട്ടെ. അമ്മേനെ മിക്കവാറും ഞാൻ പോയി കാണും. എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നീ ഇപ്പൊ അവളെ പോയി കണ്ട ഒന്നും സംസാരിക്കുന്നില്ല. എന്താ? അതെ, ഞാൻ തീരുമാനിക്കും അവളെ എപ്പോ കാണണം, എങ്ങനെ കാണണം എന്നൊക്കെ. ഞാൻ അവളെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അത് മനസ്സിലായോ നിനക്ക്? അമ്മൂമ്മയുടെ മോളെന്ന് പറയുന്നതേ എന്റെ അമ്മയാണ്. എന്റെ അമ്മേനെ എവിടെ വേണമെങ്കിലും പോയി കാണാനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട്. ഓഹോ, അപ്പൊ പടവലം വീട്ടിൽ വന്ന അവകാശം പറയാൻ മാത്രമൊക്കെ ആയോ നീ? അതിന് പടവലം വീട് അപ്പൂപ്പന്റെ അല്ലേ, അമ്മൂമ്മയുടെ അല്ലല്ലോ. അമ്മൂമ്മൻ ചോനത് തലയല്ലേ അല്ലേ. അമ്മൂമ്മ അവിടെ പോയാൽ മതി. അതുകൊണ്ട് എനിക്ക് പടവലം വീട്ടിൽ പോവാം. അപ്പൂപ്പൻ എന്നെ ഒന്നും പറയില്ല. ഇനി നെയ്യാറ്റിക്കര ശൂലംകുടി വീട് കാണൂല. അത് ഉറപ്പിച്ച് ഞാൻ ഉറപ്പിച്ചത്. അതിന് ശൂലംകുടിയിലെ അച്ഛനെ സ്ഥാനവും ഇല്ല. പിന്നെയാണ് എന്നെ കാണിക്കാൻ പോകുന്നത്. വെറുതെ ഇരിയാച്ചാ. എടി നീ ആ കൊച്ചിന്റെ പുറത്ത് ഇങ്ങോട്ട് മാറി നിൽക്ക്. എന്നിട്ട് നേർക്ക് നേരെ ഒന്ന് സംസാരിക്ക്. ഓ പിന്നെ ലജ്ജു ചേച്ചി അങ്ങനെ പടമൊന്നും ആവത്തില്ല. ലജ്ജു ചേച്ചിക്ക് ഇപ്പൊ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്റെ കഴുത്തിൽ താലി കെട്ടവൻ പറന്നിങ്ങോട്ട് വരും. പറഞ്ഞി വരുമെന്ന് എന്നിട്ട് വരണ്ടല്ലേ? എങ്ങനെ മതി? ഇതൊക്കെയല്ലേ സ്വഭാവങ്ങൾ? എങ്ങനെ പറഞ്ഞു? നാക്ക് അങ്ങനെ അത്ര ഇത്ര നിങ്ങൾ നാക്ക് കിടക്കല്ലേ? അച്ഛൻ എന്തോന്നൊക്കെയാ പറയണം. ആവശ്യത്തൊന്നും പറയരുത് കേട്ടോ. നിനക്ക് ആവശ്യമില്ലാത്തൊക്കെ പറയാലേ. നീ എന്തോ പറഞ്ഞത്? ഞാൻ കാണിച്ച അനുസരിച്ച് എന്നെ ഈ കോമന്റ് കയറ്റാൻ പാടില്ലാത്തതാണ് അല്ലേടി അല്ലേ? ബാലച്ച അവള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ബാലച്ചൻ ഇവിടുന്ന് ആവേശത്ത് ഇറങ്ങി പോയിട്ടാണ് നീലമ്മയ്ക്ക് വയ്യാണ്ടായത്. ഇനി എപ്പോഴും അത് പറഞ്ഞോണ്ടിരി. ഈശ്വര, ഞാൻ സമാധാനമായിട്ട് പടവലത്ത് നിന്നതാ. ഈ വയ്യാത്ത സമയത്ത് എന്റെ ഒരു ഗതികേട്. അമ്മൂമ്മ കൂടുതലൊന്നും പറയൊന്നും വേണ്ട. അച്ഛൻ പോയപ്പോ അമ്മൂമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാറുണ്ടല്ലോ. അപ്പൊ അമ്മൂമ്മയ്ക്ക് കൊമ്പത്തെ വാശി. കൊമ്പത്തെ വാശി ഇപ്പൊ എന്തായി? മോള് വീണ് അവിടെ കിടക്കുന്നു. ആഹാ, ഇപ്പൊ നീ എന്റെ നേരെ തിരിഞ്ഞോ? മാമി, ഞാൻ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ മാമി. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ നീരു പിള്ളേരുടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. മാമി ഇവിടെ വരാത്തത്. ആ സമയം മാമി അവിടെ പടവലത്ത് ഓരോ വീടാന്തരം കാര്യം നടക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. മാമൻ പറഞ്ഞെന്ന്. മാമൻ അങ്ങനെ പലതും പറയും. നീ അതൊന്നും കേട്ട് വിശ്വസിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ അങ്ങനെ ആയ? അല്ല മാമി നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നാ അതോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നാ? പോടവിടുന്ന്. ഞാൻ എന്താ പ്രശ്നം ഉണ്ടാക്കി? നിന്റെ മോനെ ഒരു പെണ്ണിനെ വിളിച്ചോണ്ടോന്നതാ ഈ പ്രശ്നത്തിലൊക്കെ കാരണമായത്. ഇതെന്താ ഒന്ന് പറഞ്ഞു ചെയ്യുമ്പോ പോവാണല്ലോ. അപ്പൊ പറഞ്ഞു ശരിയാ. പപ്പ എന്താ പറഞ്ഞു? ഇങ്ങനെ എന്തോ പപ്പ എന്ന് പറഞ്ഞു? പപ്പ എന്താന്ന് പറഞ്ഞത്? ഈ ലോക്കൽ ആൾക്കാരെ പോലെ നിങ്ങൾ കിടന്ന് തല്ലുണ്ടാകും. ബാലു ഇവിടെ പറയുന്ന കേട്ടോ. മാമി ഉണ്ടായി. ഇതെന്തോ സംസാരം ഇത്? കൊച്ചിൻ്റെ എന്തോന്ന് പറഞ്ഞ? എന്താന്ന് പറഞ്ഞത്? ഇത് നമ്മൾ ലോക്കൽ ആൾക്കാരെ പോലെ വഴക്കുണ്ടാക്കണമെന്നാ? കൊച്ചു ഇവിടെ വന്ന് കയറിയ ശേഷമാണ് ഈ വീട്ടിൽ ആണാനൊക്കെ ഉണ്ടായത്. അറിയാമോ? ഒരു വഴക്കില്ല, ബഹളമില്ല, എന്ന് ശാന്തമായ കഴിഞ്ഞുകൊണ്ടിരുന്നൊരു ഭവനമായിരുന്നു. അറിയാം അത്? ഇത് ചിരിക്കണത് എന്നാലും നിന്റെ അച്ഛണ്ടത് എന്റെ പപ്പ ഇനി വരട്ടെ. പപ്പ എനിക്ക് കുറെ ദിവസത്തേക്കൊന്നും വരത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. വന്ന അവിടെ എന്നെ അറിയിക്കണം. ഞാൻ കാണിച്ചു കൊടുക്കാം ലോക്കലിനെ പോലെ അങ്ങനെ പെരുമാറണമെന്ന്. അപ്പൊ അറിയും നിന്റെ പപ്പ. അച്ഛാ ചുമ്മാ കൂടുതൽ പ്രശ്നത്തിൽ നിൽക്കണ്ട അച്ഛാ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ നമ്മൾ കൂടുതൽ ചവിട്ടി തരത്തല്ലേ? അച്ഛ വെറുതെ അച്ഛാ. ആദ്യം അമ്മയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. 2 ദിവസം കഴിയുമ്പോൾ അമ്മേനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാം. അതെനിക്കൊന്ന് ആലോചിക്കണം. അവളെ എന്ന് എവിടെ കൊണ്ടുവരണമെന്നേ എനിക്കൊന്ന് തീരുമാനിക്കണുണ്ട്. അച്ഛാ അമ്മൂമ്മ മനസ്സിലെന്തോ വിചാരിച്ചിട്ടുണ്ട്. അവിടെ വിചാരിച്ചോണ്ടിരിക്കുള്ളൂ. ഇത് മനസ്സമാത്ര പോയ ശാന്തമായ കുടുംബമായിരുന്നു. പടിയും ബഹളവും വഴക്കും ഒച്ചപ്പാടും. ഹലോ മോളെ, പപ്പയാ. ഞാനിവിടെ പുറത്തുണ്ട്, ഒന്ന് വരുമോ? പോവാനാ? ഞാൻ പോകുന്നില്ല. എനിക്ക് മോളെ കണ്ടേ പറ്റൂ. പറ്റില്ല മോളെ, എനിക്ക് മോളെ ഇപ്പൊ കാണണം. നീ മട്ടാ നിങ്ങോട്ട് വാ വാ. മോള് ആരെയെ പേടിക്കുന്നത്? ഇവിടെ പ്രശ്നമായില്ലേ? പപ്പയ്ക്ക് അതറിയാം. അതാ പപ്പ ഇങ്ങോട്ട് വന്നത്. അയാൾ മോളെന്തെങ്കിലും പറഞ്ഞോ? എന്നെ ആരും ഒന്നും പറഞ്ഞില്ല. ഇല്ല, പറഞ്ഞു കാണും. എല്ലാവരും കൂടി മോളെ ഒരു പരുവാക്കാണല്ലേ. ഞാൻ മോളോട് പറഞ്ഞതല്ലേ കൂടെ വരാൻ. മോള് കേട്ടില്ലല്ലോ. നീ ഇവിടെ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ പപ്പയ്ക്ക് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുമോ? എനിക്ക് ഇവിടെ ഒരു പ്രശ്നമില്ല. ഇനി പപ്പ വന്നിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കായിരുന്നാ മതി. അയാളോടില്ലേ? ബാലച്ചൻ പുറത്ത് വെക്കുക. വരുന്നതിന് മുന്നേ ഒന്ന് പോവും. ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. മോളെ പപ്പ തമാശ പറഞ്ഞതല്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ഒറ്റ കോള് പപ്പ വന്ന് കൊത്തി എടുത്തോണ്ട് പോകും. മോളെ കൊത്തി എടുത്തിട്ടോ? ഞാൻ നല്ല പഴമല്ലോ ആണോ? ഒന്ന് പോവാൻ നോക്കൂ പപ്പ. കാശിനും വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ മോള് പറയണം. ഒരു മടിയും വിചാരിക്കരുത്. പപ്പ ഇറങ്ങണേ. മമ്മി എൻ്റെ കാര്യം ചോദിക്കാറുണ്ടോ പപ്പ? 2 ദിവസമായിട്ട് ഒന്നും ചോദിക്കാറില്ല. പക്ഷെ എന്തോ പ്ലാനിങ് ഉണ്ടെന്നുള്ള ഉറപ്പാ. ആ മോൻ കണ്ടറിയാം.
പിന്നെ ആ മൗനവും. മോള് ചെല്ല്. പോട്ടെ. മോളെ എന്തുവാ അപ്പാ? ഇങ്ങ് വന്നേ. നിന്നെ അവർ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ അല്ലേ? എന്താ അപ്പൊ ഒന്ന് പോവാൻ നോക്ക് വേഗം. അച്ഛനിപ്പോ വരും. ബൈ. എനിക്കറിയായിരുന്നു വരുമെന്ന്. തീരെ പ്രതീക്ഷയില്ലല്ലേ എന്നെ? എന്നെയും തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇനിയേ വരുമ്പോൾ സൂക്ഷിച്ചൊക്കെ വരണം. ഞാൻ ഇവിടെ തന്നെ കാണും. ഞാനും ഇവിടെയൊക്കെ തന്നെ കാണും. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ലോക്കലാണെന്ന്. അതുകൊണ്ട് ഇനി വരുമ്പം പ്രത്യേകം സൂക്ഷിക്കണം. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടേ ഞാൻ തനി ലോക്കലാവാൻ തയ്യാറാ. പിന്നെ മേഖല ബിസിനസ്സാ, അതുകൊണ്ട് ഏത് കളിയും വഴങ്ങും. പക്ഷേ നല്ല നാടൻ കളി കണ്ടിട്ട് വഴങ്ങുമെന്ന് തോന്നുന്നില്ല. ഒന്ന് അന്വേഷിച്ചാൽ മതി ചാലക്കൽ കുടുംബത്തിനെ പറ്റി, അപ്പം അറിയും. ചാല ചന്ത നെയ്യാറ്റിങ്ങനെ ചോര് ശൂലംകുടി തറവാടിനെ പറ്റി ചോര് അപ്പം മനസ്സിലാവും ബാലത്തിലുള്ള ആരാണെന്ന്. എനിക്കതിനുള്ള സമയമൊന്നുമില്ല. എനിക്കൊരൊറ്റ ആവശ്യമുള്ളൂ, എൻ്റെ മോള് സേഫായിരിക്കണം, അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ കളി മാറുവേ. എൻ്റെ പൊന്ന് സുഹൃത്തെ, ഇവിടെ ആരെയും മോളിലുമല്ല താഴെയില്ല. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാമെങ്കിൽ ആ കൊച്ചിന് ഇവിടെ സുഖമായിട്ട് കഴിയാം. ഞങ്ങൾ ഒരാളെ പോലെ അല്ലാതെ ഈ കൊമ്പത്തെ പണത്തിൻ്റെ പത്രാസം കാണിച്ചോണ്ട് വന്നാണ്ടല്ല പുല്ല് വില കൊടുക്കൂല. പണ്ടേ പണം എന്ന് പറഞ്ഞാൽ വെറുത്ത കുടുംബമാണ് ഞങ്ങളത്. അതുകൊണ്ട് ഇവിടെ വന്ന് ഈ പണത്തിൻ്റെ പടവെളുപ്പ് കാണിച്ച് കൈയടി വാങ്ങിക്കാൻ നോക്കരുത്. ഈ പണത്തിൻ്റെ വിലയൊക്കെ മെല്ലെ അറിയൂ. ഈ ഫിലോസഫിയൊക്കെ പറയാൻ കൊള്ളാം, പണം വേണ്ട പണം വേണ്ട എന്ന്. പക്ഷെ പണത്തിന് മുമ്പിൽ അവസാനം കൈകൂപ്പി മുട്ടുകുത്തി എഴിയും. മുട്ടുകുത്തി എഴഞ്ഞേനെ ഭാഗ്യമുണ്ട്. പതിയെ നിൽക്കണ്ട, ചെല്ല്. താമസിച്ച് കഴിഞ്ഞാൽ ഭാര്യ പല ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അവിടെ ചെന്ന് മുട്ടിടിക്കേണ്ടി വരും. ഓ ചെല്ല്. എന്നെ യാത്രയ്ക്കൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം. എൻ്റെ മോള് വിളിച്ചാൽ ഞാൻ വരും. പിന്നെ ഒരു കാര്യം, ഞങ്ങൾക്ക് ഈ ബന്ധത്തിൽ ഇപ്പോഴും ഒരു താല്പര്യമില്ല. അവൾ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും. പിന്നെ നിങ്ങളവിടെ കാണുകയില്ല. പണക്കാരുടെ നല്ല ഭാഷ. സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവരാണ് ഈ പണക്കാരെ ഉള്ള വില കൂടെ കളയണം. അല്ല ആരെ പറഞ്ഞിട്ട് കാര്യമില്ലതേ. എൻ്റെ മോനെ പറഞ്ഞാൽ മതി. അല്ല വീട് പിടിക്കാൻ നോക്കാം. ചെല്ലു പോട്ട്. ഞാൻ ഇറങ്ങാം, കാണാം. ഞാൻ കണ്ടു, ആളെ കണ്ടു, രാവിലെയും കണ്ടു. ഡീറ്റെയിൽസൊക്കെ തരാം. പേര് ബാലചന്ദ്രൻ തമ്പി.